ഹായ് TM ഫാമിലി. പല രീതിയിൽ അതായത് ആക്സിഡന്റ് പോലെ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു കോൺട്രാക്റ്റഡ് കില്ലിംഗ് ഗ്യാങ് ആർക്കും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള അവരുടെ വിശ്വാസം ശരിയായിരുന്നു. പിന്നീട് സംഭവിച്ച ട്വിസ്റ്റും ത്രില്ലിംഗും നിറഞ്ഞ അടിപൊളിയൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു അടിയോടടി പടം. കഥയുടെ പേര് ദ ആക്സിഡന്റ് മാൻ. അപ്പോൾ കുറെ നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള കുറച്ചധികം കാരണങ്ങളുണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാലോ. അതിന്റെ കൂടെ ചെവിയില് ഒന്ന് ബഡ്സ് കുത്തിപ്പോയിട്ട് ഉള്ളില് നല്ല മുറിവ് പറ്റി അടിച്ചുപോയെന്ന് വിചാരിച്ചതാ. ഭാഗ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാക്സിമം ഇനി എന്നും വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് വേഗത്തില് നല്ല കഥകള് നിങ്ങളിലേക്ക് തേടി എത്തിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് ആകെയുള്ള ഒരു പിടിവള്ളി. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങിയാലോ. കഥയുടെ ആരംഭത്തിൽ ഒരു കുടിയനായ പുത്രൻ അടിച്ചു കിറങ്ങി കിളിയെയും പറപ്പിച്ചുകൊണ്ട് കയ്യില് ബോട്ടിലും പിടിച്ച് അവന്റെ വീട്ടിലേക്ക് ആടി ആടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അറിയാതെ അവനെ കാത്തുകൊണ്ട് അവന്റെ വീട്ടില് നേരത്തെ മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള വാടക കൊലയാളിയാണ്. ഇടയ്ക്കിടക്ക് ഹീറോ വാച്ചിലേക്ക് നോക്കിയിട്ട് എന്റെ പൊന്നു കൂടിയ ഒന്ന് വന്നേ, നിന്നെയും തീർത്തിട്ട് ചേട്ടന് പോയിട്ട് കുറെ പണിയുള്ളതാ. അതേ സമയത്ത് നമ്മുടെ കുടിയൻ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത് ബോധവും പൊക്കണവുമില്ല. പിന്നെ ഹീറോ ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നുകൊണ്ട് അവൻ ഹീറോയെ കണ്ടിട്ടില്ല. അപ്പോഴാണ് കുടിയന്റെ വീട്ടിന്റെ ഉള്ളില് ഫ്രിഡ്ജിന്റെ മേലെ അവന്റേതല്ലാത്ത വിലമതിക്കാനാവാത്ത ഒരു റാഡോക പോലത്തെ വാച്ച് കുടിയൻ കാണുന്നത്. ആരാടെ ഇവിടെ വാച്ച് കൊണ്ടുവച്ചത്? അങ്ങനെ കുടിയൻ ആ ഒരു വാച്ച് എടുക്കാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ആ ഒരു വാച്ച് എടുക്കാൻ നോക്കുമ്പോ മറഞ്ഞിരുന്ന് നമ്മുടെ ഹീറോ നൈസായിട്ട് വന്നിട്ട് കുടിയന്റെ കഴുത്തിലൊരു കയറും കെട്ടിയിട്ട് മുകളില് കെട്ടി തൂക്കുകയാണ്. ആ ഒരു കുടിയൻ ജീവനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോ പതിയെ അവന്റെ മുമ്പ് പോയിട്ട് എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടാ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. എന്റെ ജോലി ഇതായി പോയി. നിന്നെ പടാക്കാനുള്ള പൈസ ഞാൻ വാങ്ങുകയും ചെയ്തു. നിങ്ങൾക്ക് സംശയമുണ്ടോ എന്തിനാ കയറിൽ കെട്ടി തൂക്കിയിട്ടുള്ളതെന്ന്? അതായത് എന്റെ സ്റ്റൈൽ ഇങ്ങനെയാ. അതായത് പോലീസ് ഒരിക്കലും എന്നെ തേടി വരാത്ത രീതിയിൽ ഒരു തെളിവുമില്ലാതെ ആക്സിഡന്റ് പോലെ ഓരോ കൊലപാതകവും ഞാൻ ഫ്രെയിം ചെയ്യാറുണ്ട്. അപ്പോ ചേട്ടൻ പോവല്ലേ, ഞാനും പോട്ടെ. അങ്ങനെ കുടിയനെ കൊലപ്പെടുത്തിയ ശേഷം ഹീറോയുടെ ബൈക്ക് എടുത്തിച്ച് പറന്നടിച്ച് എങ്ങോട്ടോ പോകുന്നുണ്ട്. നേരെ ചെന്ന് കയറുന്നത് ഒരു ബാറിലാണ്. അവിടുത്തെ ചെറിയ ലോക്കൽ റൗഡികളിലെ അവരെ ഹീറോ അങ്ങോട്ട് വെറുതെ ചൊറിഞ്ഞിട്ട് ഓരോരുത്തരെയും എടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട്. ഇവരുമായിട്ട് ഹീറോയ്ക്ക് എന്താ പ്രശ്നം നമ്മൾ കരുതുമ്പോ ഇതും ഹീറോയുടെ ഒരു എൻജോയ്മെന്റ് ആണ്. അതായത് കൊലപാതകം ചെയ്തു കഴിഞ്ഞാല് ഹീറോയ്ക്ക് വല്ലാതെ ടെൻഷനാവും. ആ ടെൻഷൻ കുറയ്ക്കാനാ ഞാൻ ഇവരെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോ അവന്റെ വോയിസിൽ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ നേരെ ചെല്ലുന്നത് ഇതുപോലത്തെ കൊലപാതകങ്ങളുടെ കോൺട്രാക്ട് സെറ്റ് ചെയ്യുന്ന ഒരു പബ്ബിലേക്കാണ്. അവിടെ ഹീറോയെ പോലെ വേറെയും കുറെ കോൺട്രാക്ട് കില്ലേഴ്സ് ഉണ്ട്. അപ്പോ അവരോരോരുത്തർക്കും നമുക്ക് ഓരോ പേരങ്ങ് കൊടുത്താലോ. തുടക്കത്തിലെ കാട്ടാളനായ ഒരു കലിപ്പൻ ഇങ്ങേരോട് ഒരാളെ കൊല്ലാൻ പറഞ്ഞാല് അവന്റെ കോടാലി എടുത്തിട്ട് ആറഞ്ചം പുറഞ്ചം അവരെ വെട്ടി തള്ളിക്കളയും. ആ സമയത്ത് ചുറ്റിലും വേറെ ആരാന്ന് പോലും അവൻ നോക്കാറില്ല. അതായത് നമ്മുടെ കലിപ്പൻ ഒരു വൈൽഡ് കില്ലറാണ്. രണ്ടാമത് ഒരു കിളി പോയവൻ. ഇവനെ കിളി എന്ന് തന്നെ വിളിക്കാം. ഇവന് ഒരാളെ കൊല്ലാനുള്ള കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് വിഷം കൊടുത്തിട്ടാണ് ഇവൻ കൊല്ലാറ്. അടുത്തതായിട്ട് അതേ പബ്ബിലുള്ള ഇരട്ടകൾ. അവര് രണ്ടുപേരും ഏതു സമയത്തും ഇണപരിയാത്ത കുരുവികളെ പോലെ ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാവാറ്. ഇവര് രണ്ടുപേരും എക്സ് ആർമി സോൾജിയേഴ്സ് ആണ്. അപ്പോ ഇവരുടെ കൊലപാതകത്തിന്റെ ടെക്നിക്ക് ഓരോ സോൾജിയേഴ്സ് ആർമിയിൽ എങ്ങനെയാണ് കൊലപാതകം ചെയ്യുക അതേപോലെയാണ്. അതുപോലെ ഇവര് കൊലപാതകം ചെയ്ത ശേഷം ആ നാട്ടിലെ ലോക്കൽ റൗഡികളാണ് കൊല ചെയ്തതെന്ന ഫേക്ക് എവിഡൻസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അടുത്തതായിട്ട് ഇവരുടെ ഗ്രൂപ്പിലെ ഒരു പെൺപുലി, ഇവളെ കലിപ്പി എന്ന് വിളിക്കാം. ഇവള് അമേരിക്കയിൽ ജനിച്ചതാണെങ്കിലും വളർന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഒരു മാർഷൽ ആർട്ട് ഗുരുവെ പിടിച്ചിട്ട് എങ്ങനെ വാളുകൊണ്ട് വിദ്യ കാണിക്കാന്നുള്ള എല്ലാ ടെക്നിക്കും നമ്മുടെ കലിപ്പി അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. ഇവള് ആളുകളെ കൊല്ലുന്നത് അവളുടെ സൗന്ദര്യത്തില് അവരെ മയക്കിയിട്ടാണ്. അവരെ വശീകരിച്ചു കൊണ്ടുവന്ന് കൃത്യസമയത്ത് അവരങ്ങ് തട്ടിക്കളയും. അടുത്തതായിട്ട് നമ്മുടെ മുത്തൻ പാഷ. ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് വെട്ടം സിനിമയിലെ നമ്മുടെ ജഗതി ചേട്ടന്റെ പാഷ ക്യാരക്ടറിലെ ഇങ്ങനെ പാഷ എന്ന് തന്നെ വിളിക്കാം. പാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാഷ ഓരോ പുതിയ ടെക്നിക്കും കണ്ടുപിടിച്ചിട്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്താറ്. അങ്ങനെ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചാല് അത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ടേ. അപ്പോ ഫോൺ ബുക്കിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാളുടെ മേലെ പാഷ ആ ഒരു ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കും. അതായത് ഇവരുടെ ടീമിലെ ഓരോരുത്തരും ഒന്നിനൊന്ന് അലമ്പുകളാണ്. അടുത്തതായിട്ട് ഇവരുടെയൊക്കെ ഹെഡ് ആയിട്ടുള്ള എക്സ് റൗഡിയായ നമ്മുടെ മുത്തണ്ണൻ. കുറച്ചു
നാൾ മുമ്പ് മുത്തണ്ണൻ റൗഡിസൊക്കെ നിർത്തിയിട്ട് ഈ ഒരു പബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പബ്ബില് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഓരോ കൊലപാതകത്തിന്റെയും ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്ന മാനേജർ വരികയാണ്. ഈ മാനേജറാണ് ഓരോ ക്ലയന്റിന്റെ അടുത്ത് നിന്നും ആരെ എവിടെ വെച്ച് എങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കൊലപ്പെടുത്തേണ്ടവരുടെ ഫോട്ടോയും അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കില്ലേഴ്സ് ആയിട്ടുള്ള 6 പേരിലെ ഇവരിലെ ആരാണ് ഏറ്റവും വൃത്തിക്ക് ആ ഒരു കൊലപാതകം ചെയ്യുക അവരുടെ കയ്യിൽ ആ ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കും. എന്നാൽ കൊല്ലാൻ പോകുന്ന ആളുകളുടെ ഫോട്ടോ ഡയറക്റ്റ് മാനേജർ കൊടുക്കാറില്ല. അതിന്റെ സോഴ്സ് എടുത്തു വെച്ച് അതിന്റെ നെഗറ്റീവും ഡീറ്റെയിൽസും മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 കോൺട്രാക്ട് കില്ലേഴ്സിന് ആരെയാണ് ഇവര് കൊല്ലാൻ പോകുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടാറില്ല. ഓരോ കൊലപാതകത്തിന്റെയും 25% മാനേജറിന്, 15% നമ്മുടെ ഹെഡ് മുത്തണ്ണന്, ബാക്കി ഷെയറാണ് കില്ലേഴ്സിന് കിട്ടാറ്. ഒരു റിസ്ക് എടുക്കാതെ 25% വായിലാക്കുന്ന മാനേജറോട് നമ്മുടെ കില്ലേഴ്സിന് കുറെ നാളായിട്ട് നല്ല കലിപ്പുണ്ട്. എന്നാൽ അവസരം കിട്ടിയാല് മാനേജറെ ഇവര് തൂക്കുന്നു മനസ്സിലായ നമ്മുടെ ഹെഡ് ഓൾറെഡി ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏത് സിറ്റുവേഷൻ വന്നാലും ഒരിക്കലും മാനേജറുടെ ശരീരത്തിൽ ആരും തൊടാൻ പാടില്ല. അങ്ങനെ പബ്ബിലേക്ക് വന്ന നമ്മുടെ മാനേജർ ഹീറോയെ തനിയെ കൂട്ടിക്കൊണ്ടുപോവാണ്. കുറച്ച് നാളായില്ലേ ഒരു അക്കൗണ്ടന്റിനെ നീ തീർക്കാന്ന് പറഞ്ഞിട്ട്. ആ ഒരു കേസ് നിന്നെ ഞാൻ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ. ഇതുവരെയായിട്ടും നീ ചെയ്ത ഒരു കൊലപാതകത്തിലും ഒരു തെളിവും നീ അവശേഷിപ്പിച്ചിട്ടില്ല. അതുമാത്രല്ല ആ അക്കൗണ്ടിനെ കൊല്ലാന് ഏൽപ്പിച്ച ക്ലയന്റ് പറഞ്ഞതുപോലെ ഏറ്റവും ആപ്റ്റായിട്ട് നിനക്ക് മാത്രമേ ആ ഒരു കൊലപാതകം ചെയ്യാനും പറ്റൂ. നമ്മുടെ ഹീറോ ആ അക്കൗണ്ടിനെ തൂക്കാന് ശ്രമിക്കാഞ്ഞിട്ടൊന്നുമല്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഹീറോ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോ എങ്ങനെ ഒരു കൊലപാതകം ചെയ്യാ അതിന് ആര് കീറി മുറിച്ചാലും ഒരു ആക്സിഡന്റ് ആണെന്ന് മാത്രമേ അവർക്ക് മനസ്സിലാവാൻ പാടൂ. അങ്ങനെ അക്കൗണ്ടന്റിനെ തീർക്കാനുള്ള കറക്റ്റ് ഒരു സിറ്റുവേഷൻ ഹീറോയ്ക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തന്റെ ഗണ്ണിലൂടെ കുറെ അകലെ നടന്നു പോകുന്ന അക്കൗണ്ടന്റിനെ ഹീറോ കാണുന്നുണ്ട്. സാധാരണ ഗണ്ണില് ബുള്ളറ്റ് അല്ലേ ഉണ്ടാവുക, എന്നാൽ ഈ ഒരു ഗണ്ണില് ബുള്ളറ്റിന് പകരം ചില്ല് പീസുകളാണ് ഉണ്ടാവുക. അതായത് ഹീറോയുടെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് വെച്ചാല് നമ്മുടെ അക്കൗണ്ടന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേഗത്തിൽ വരുന്ന ഏതെങ്കിലും കാറിന്റെ ടയറിലേക്ക് ആ ഒരു ചില്ല് ബുള്ളറ്റ് അടിച്ച് കയറ്റുക. അപ്പോ കാറിന്റെ കൺട്രോൾ പോവും. അങ്ങനെ ആ കാർ ഇടിപ്പിച്ച് ആക്സിഡന്റ് പോലെ അക്കൗണ്ടന്റിനെ കൊലപ്പെടുത്തുക. അങ്ങനെ അവസാനം ഹീറോ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാറിന്റെ ടയർ തകർത്ത് കാർ ഇടിപ്പിച്ച് അക്കൗണ്ടന്റിനെ കൊന്നുകളയാണ്. സാധാരണ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാല് ആരെങ്കിലും എടുത്ത് പഞ്ഞിക്ക് ഹീറോ ഇടുന്ന ഒരു സ്വഭാവമില്ലേ. എന്നാൽ ഇന്ന് ആരും കിട്ടാത്തതുകൊണ്ട് ആ കളി മൊത്തം പഞ്ചിങ് ബാഗിനോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഹീറോയ്ക്ക് ഹീറോയിനെ കുറിച്ചിട്ടുള്ള ചില ഓർമ്മകൾ വരുന്നത്. ഹീറോയും ഹീറോയിനുമായിട്ട് ചേർന്ന് പോവാത്തതുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അവളൊരു ലെസ്ബിയൻ ആയിട്ട് മാറിയിട്ട് വേറൊരു പെൺകുട്ടിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് എന്താണോ നമ്മൾ മറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ നമ്മുടെ മനസ്സ് വീണ്ടും ഓർമ്മിപ്പിക്കുക. അപ്പോൾ അത് ഓർത്തിട്ട് വെറുതെ ഹാർട്ടിന് ഹീറോ ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കണ്ണാടി മാനേജർ വിളിക്കുന്നത്. ഹീറോട് പറയുന്നുണ്ട്, നീ ആ ഒരു അക്കൗണ്ടിനെ തീർത്തില്ലേ, അപ്പോ അതിന്റെ പേയ്മെന്റ് ഞാൻ വാങ്ങാൻ വിട്ടുപാടാ. ഞാനിപ്പോ വേറെ സ്ഥലത്താണുള്ളത്, അതുകൊണ്ട് നീ ആ ഒരു പേയ്മെന്റ് വാങ്ങിയിട്ട് നമ്മുടെ പബ്ബിലേക്ക് വന്നേക്ക്. എന്നാൽ ഹീറോയ്ക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഇതുവരെയായിട്ട് ഒരിക്കലും മാനേജർ പൈസ വാങ്ങാനായിട്ട് വേറെ ആരും അയച്ചിട്ടില്ല. ഇപ്രാവശ്യം മാത്രം എന്താ അങ്ങേർക്കൊരു മനംമാറ്റം. അങ്ങനെ മാനേജർ പറഞ്ഞ സ്ഥലത്ത് ഹീറോ പോയി കാത്തു നിൽക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വണ്ടിയിൽ വന്ന ഒരുത്തൻ ഗണ്ണുമായിട്ട് ഹീറോയ്ക്ക് നേരെ ഫയർ ചെയ്യാണ്. വല്ലാതെ ഹീറോയ്ക്ക് കലിപ്പായിട്ടുണ്ട്. ആഹാ, നീ എന്നെ തൂക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ പാഞ്ഞു വരുന്ന ആ വണ്ടിക്ക് നേരെ പറന്നു പോയിട്ട് അവനെ അടിച്ചു തെറിപ്പിച്ച് അവന്റെ എല്ലും ഇറച്ചിയും വേർതിരിച്ച് ഹീറോ നിലത്തിടുന്നുണ്ട്. ഹെൽമെറ്റും വെച്ച് കൊല്ലാൻ വന്നവൻ ഹീറോയെ തളയ്ക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ഹീറോ തിളച്ചു മറിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ ഇവനും ഹീറോയെ പോലെ ഒരു വാടക കൊലയാളി മാത്രമാണ്. ഇവനോട് ഇനി എത്ര ചോദിച്ചാലും ഹീറോയെ കൊല്ലാന് ഇവൻ ആരയച്ചതെന്ന് ഇവൻ പറയാൻ പോകുന്നില്ല. അപ്പോ അവന്റെ കഴുത്തൊടിച്ചവനെ തീർത്ത് കളയാണ്. എന്നാൽ ഹീറോ ചെയ്യുന്ന എല്ലാ കൊലകളും ആക്സിഡന്റ് പോലെയല്ലേ സെറ്റ് ചെയ്യുക. അപ്പോ വന്നവൻ ബൈക്കില് ഓവർ സ്പീഡിൽ വന്നിട്ട് ഒരു കാറിൽ ഇടിച്ചിട്ട് ആക്സിഡന്റ് പറ്റി മരണപ്പെട്ട പോലെ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഹീറോ മാനേജറെ വിളിക്കുകയാണ്. അല്ല മാനേജറെ, പൈസ വാങ്ങാൻ വന്നെടുത്ത് എന്നെ തീർക്കാന് ആരോ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും അതിന്റെ പിന്നിൽ ആരാണെന്ന് ഒന്ന് കണ്ടുവെക്കേ. അങ്ങനെ ഹീറോ തന്റെ വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ ലവർ ആയിരുന്ന പെൺകുട്ടിയില്ലേ, അവള് നമുക്ക് എക്സ് എന്ന് വിളിക്കാം, അവളുടെ കൂട്ടുകാരിയുടെ ഒരു മെസ്സേജ് ഹീറോയ്ക്ക് വരികയാണ്. അതായത് 2 ദിവസത്തിന് മുൻപ് ഹീറോയുടെ എക്സ് ലവറുടെ വീട്ടിലേക്ക് 2 കള്ളന്മാര് കക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവളും വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ആ കള്ളന്മാരെ എക്സിനെ മൃഗീയമായിട്ട് റേപ്പ് ചെയ്തിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള മെസ്സേജാണ് ഹീറോ കാണുന്നത്. അടുത്ത ദിവസം തന്നെ ഹീറോ എക്സ് ലവറുടെ മരണച്ചടങ്ങിലേക്ക് പോവാണ്. എന്നാൽ ഹീറോയെ അവിടെ വെച്ച് കണ്ട നമ്മുടെ എക്സിന്റെ പുതിയ ലേഡി ഗേൾഫ്രണ്ടില്ലേ, അവളുടെ പേര് ചാർലി എന്നാണ്. അവൾക്ക് വല്ലാതെ ദേഷ്യമുണ്ട്. അതായത് എക്സ് അവളോട് ഹീറോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവന് സ്വന്തം കാര്യം മാത്രമേ നോക്കാറുള്ളൂ, കൂടെയുള്ളവരുടെ ഇമോഷൻസിനൊന്നും തീരെ അവൻ വില കൊടുക്കാറില്ല. അതും മനസ്സിൽ വെച്ചിട്ട് ഹീറോയോട് ചാർലി വല്ലാതെ കടിച്ചു കയറുന്നുണ്ട്. എന്നിട്ട് ഹീറോയ്ക്ക് ഒരു ട്വിസ്റ്റ് കൊടുക്കുകയാണ്. അതായത് ഹീറോയുടെ എക്സ് ലവർ അവൾ മരിക്കുന്നതിന്
മരിക്കുന്നതിന് മുൻപ് ഗർഭിണിയായിരുന്നു. അത് ആര് കുട്ടിയാന്ന് നിനക്കറിയാടാ, നിന്റെ കുട്ടിയാടാന്നും പറഞ്ഞിട്ട് ചാർലി അവിടുന്ന് പോവാണ്. അത് കേട്ടപ്പോ ഹീറോയുടെ ഉള്ളൊന്ന് പെടഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അവന്റെ എക്സ് ലവറുടെ വേർപാട് അവനെ തളർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതൊരു ജീവനായിരുന്നില്ല, 2 ജീവൻ, തന്റെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോ അതിന്റെ പിന്നിലിനി ആരായാലും അതിന് ഏതറ്റം വരെ പോവേണ്ടി വന്നാലും അവരെ തേടി പിടിച്ച് കഴുത്തറക്കാതെ ഹീറോയ്ക്കിന് സമാധാനം കിട്ടില്ല. അത് ഹീറോ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ന്യൂസ് കാണുന്നത്. അതായത് ഹീറോയുടെ എക്സിനെ കൊലപ്പെടുത്തിയ 2 കള്ളന്മാര് ഓവർഡോസ് ഡ്രഗ്സ് അടിച്ചിട്ട് ഹോട്ടൽ മുറിയിൽ മരിച്ച് കിടക്കുന്നുണ്ടെന്ന്. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാരോ ഫ്രെയിം ചെയ്തതാണ്. അതങ്ങനെയാ, ഒരു ദിവസം മുമ്പ് കൊലപ്പെടുത്തുക, അടുത്ത ദിവസം തന്നെ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള 2 പേര് അങ്ങ് മരിച്ചു പോവുക. ആ ഒരു സംശയം തീർക്കാന് ഹീറോയ്ക്ക് പോലീസിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അങ്ങേരെ കൊണ്ട് ആ ഒരു കേസ് ഫയല് ഹീറോ വാങ്ങിപ്പിക്കുകയാണ്. എന്നിട്ട് എക്സിന്റെ വീട്ടിൽ പോയിട്ട് പോലീസ് എന്താണോ ആ ഒരു കേസ് ഫയൽ എഴുതിയിട്ടുള്ളത് അത് വിഷ്വലായിട്ടൊന്ന് ഹീറോ ഇമാജിനേഷൻ ചെയ്ത് നോക്കുകയാണ്. അതായത് 2 കള്ളന്മാര് എക്സിന്റെ വീടിന്റെ പുറത്തുള്ള പൈപ്പിലൂടെ വലിഞ്ഞു കയറിയിട്ട് ജനലിൽ ചാടിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അവർക്ക് വേണ്ട എന്തെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് തേടിക്കൊണ്ടിരിക്കുമ്പോ അവര് പ്രതീക്ഷിക്കാതെ എക്സ് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തായാലും അവളെ കണ്ടിട്ടുണ്ട്, ഇനി അവളെ പുറത്തു വിടാൻ പറ്റില്ല. ഓൾറെഡി ചെറിയ മയക്കുമരുന്ന് അടിച്ചിട്ടുള്ള ബോധം പോയിട്ടുള്ളവരെ എക്സിനെ മൃഗീയമായി ഉപദ്രവിച്ച് മയക്കുമരുന്നിന്റെ അബോധത്തില് എന്താണ് അവര് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ മൃഗീയമായിട്ട് കത്തിവെച്ച് അവളെ കുത്തി കൊലപ്പെടുത്തിയതാണ്. അങ്ങനെയാണ് ആ ഒരു കേസ് ഫയലില് പോലീസ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം ഹീറോ എക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഹീറോ ഷോക്കായി പോവാണ്. അതായത് എക്സിന്റെ ശരീരത്തിലെ ഈ പേടി മാറ്റാനുള്ള, അതായത് ഉയരത്തിന് പേടി, ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ പേടി, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എക്സും ഹീറോയും പലപ്പോഴും മലകൾ കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റുകളിൽ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും അവൾക്ക് ഒരു ഭയം ഉണ്ടായിട്ടില്ല. അതിനു പുറമെ എക്സ് പ്രഗ്നന്റും ആയിരുന്നില്ലേ, അപ്പോൾ ഒരിക്കലും അവൾ ഈ മരുന്ന് എടുക്കില്ല, കാരണം അത് അത്ര ഡേഞ്ചറാണ്. ഇതുവരെ പോലീസ് ഫയലിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് മാത്രമായിരുന്നില്ലേ ഹീറോ വിഷ്വലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീറോയ്ക്ക് സംശയം വന്നതുകൊണ്ട് അവന്റെ മൈൻഡിൽ അവൻ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. അതായത് 2 പ്രൊഫഷണൽസ് ആയിട്ടുള്ള കില്ലേഴ്സ് എക്സിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളിൽ നിന്ന് എന്തോ രഹസ്യം ചോർത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവളെ ബോധം കെടുത്താനേ ആ ഒരു ഇഞ്ചക്ഷൻ അവളുടെ കഴുത്തിൽ കുത്തിയിറക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കെമിക്കലിന്റെ കണ്ടന്റ് പോസ്റ്റ്മോർട്ടത്തിൽ പോലീസ് കണ്ടെത്തിയത്. ആ ഒരു മരുന്ന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭയം കുറയും. എന്നാൽ അധികമായി കഴിഞ്ഞാലേ അവരവരുടെ സ്വന്തം കോൺഷ്യസ് നഷ്ടപ്പെട്ടിട്ട് ഉള്ളിലെ സത്യങ്ങളൊക്കെ പുറത്തു പറയാൻ തുടങ്ങും. അപ്പോൾ എന്തോ സത്യം മനസ്സിലാക്കാനായിട്ട് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം ആ ഒരു പാട് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ എക്സിന്റെ ശരീരത്തെ കഷണങ്ങളാക്കി ഈ കൊലപാതകത്തിന് പിന്നിലെ ഏതോ കള്ള സംഘങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എക്സിന്റെ ശരീരത്തിലെ അവര് സ്പേം ഇഞ്ചക്ട് ചെയ്തതാണ്. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് ഈ ഒരു രീതിയിൽ കൊലപാതകം ചെയ്യുന്നത് ഹീറോയെ പോലുള്ള വാടക കൊലയാളികളായിട്ടുള്ള ഇരട്ടകളില്ലേ, അവര് തന്നെയാണ്. ഹീറോയുടെ കൺട്രോള് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാണോടാ എന്നോട് ഈ ചതി ചെയ്തത്? അങ്ങനെ ബൈക്കെടുത്ത് പറന്ന് അവരുടെ അടുത്ത് പോയിട്ട് അവരോട് ഹീറോ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ എന്നോട് ഇത് ചെയ്തത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, അളിയ സത്യം പറയാലോ, നിന്റെ ആളായിരുന്നു അതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നടാ. നിനക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് ഓരോ വർക്കും ഏറ്റെടുക്കുക, നമുക്ക് നെഗറ്റീവും ഡീറ്റെയിൽസും തരും. അതിലുള്ള ആളുകൾ ആരാണെന്ന് കൂടുതൽ നമ്മൾ അന്വേഷിക്കാതെ അവരെ തട്ടിക്കളയാ. നീയും ഇതുപോലെ തന്നെ പലരെയും കൊന്നു കളഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കണ്ട, ഫ്രീ ആയി വിട്ടേക്കടാ. എന്നാൽ ഹീറോയുടെ രക്തം ചെറുതായി ചൂടായ തന്നെ പരിചയമില്ലാത്തവരെ വരെ എടുത്ത് പഞ്ഞിക്കിടാറുണ്ട്. ഇപ്പോ വല്ലാതെ നെഞ്ചു തകർന്ന് രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയണോ, അവന്മാരെടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട്. ഇരട്ടകള് എക്സ് ആർമി സോൾജേഴ്സ് ആണെങ്കിലും ഹീറോയുടെ മൾട്ടി നാടൻ തല്ലിലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവസാനം അവരെ അടിച്ച് അവരുടെ വായിൽ നിന്ന് നൊരയും ചോരയൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഒന്ന് നിർത്തടാ, നീയും ഇതുപോലെ എത്ര ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ടടാ. നിന്റെ ജോലി നീ ചെയ്യുന്നത്, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നത്. കൊന്ന് ഞങ്ങളെടുത്താണോ അല്ലെങ്കിൽ കൊല്ലാൻ ഞങ്ങളെ ഏൽപ്പിച്ച ആളെയാണോടാ നിനക്ക് ശരിക്ക് വേണ്ടേ? ഹീറോയ്ക്ക് അവൻ പറഞ്ഞത് കാര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഹീറോയുടെ എക്സ് ലവറെ കൊല്ലാന് ആരാണ് ഏൽപ്പിച്ചത് അത് മനസ്സിലാക്കാനായിട്ട് ഹീറോ നേരെ നമ്മുടെ ഹെഡിന്റെ അടുത്ത് പോവാണ്. നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇതിന്റെ പിന്നില് എനിക്ക് സംശയമുള്ളത് ആ മരത്തലയൻ കണ്ണാടി മാനേജറാണ്. സാധാരണ വർക്കിന്റെ പേയ്മെന്റ് അയാളാണ് കളക്ട് ചെയ്യാറ്. എന്നാൽ അവസാനത്തെ വർക്കിന്റെ പേയ്മെന്റ് എന്നോട് വാങ്ങാൻ പറഞ്ഞു. ഞാൻ പോയ സ്ഥലത്ത് വെച്ച് എന്നെ ആരോ തട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹെഡ് ഒന്ന് മാനേജറോട് ചോദിച്ചേക്ക്, ആരാ മാനേജറിന് ഈ വർക്ക് കൊടുത്തതെന്ന്. എന്നാൽ ഹെഡ് അതൊന്നും കേൾക്കുന്നില്ല. തിരിച്ച് ഹീറോയോട് ഫയർ ആവാണ്. നീ എങ്ങോട്ടാടാ കൺട്രോൾ വിട്ട് കയറി പോന്നേ? നിന്റെ ആളെ ആരോ കൊലപ്പെടുത്തിയതിന് നിനക്ക് പലരോടും സംശയം തോന്നും. അവരെയൊക്കെ വിളിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യലാണോ എന്റെ പണി? എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഹെഡ് അങ്ങനെയല്ല. ഹെഡ് ആ
അതിനുള്ളിൽ തന്നെ വല്ലാതെ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഹെഡ് പറയുന്നുണ്ട്, നീ എന്താ തലേ കയറാണോ? നിനക്ക് ചെറുപ്പത്തിലെ കാര്യം ഓർമ്മയിലടാ. ചെറുപ്പം മുതല് നിന്നെ എടുത്തു വളർത്തിയത് ഞാനാണ്. അതൊന്ന് മനസ്സിൽ ഓർത്തു നോക്ക്, ഇല്ലെങ്കിൽ പിന്നെ നിനക്കറിയാലോ. അപ്പോഴാണ് ബോസ് നിൽക്കുന്ന ആ ഒരു ടേബിളിന്റെ അടിയിലായിട്ട് ബോസ് എപ്പോഴും ഒരു ഗണ്ണ് വെക്കാറുണ്ട്. അതിലേക്ക് ബോസിന്റെ കൈ പതിയെ പോകുന്നുണ്ട്. അപ്പോ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഹെഡിന് കലിപ്പായിട്ട് ഹെഡെങ്ങാനും പൊട്ടിച്ചാലാ. ഹീറോ കൂളായിട്ട് പറയുന്നുണ്ട്, ഹെഡേ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഈ ഒരു കേസ് അങ്ങ് വിടണം. ഞാൻ വിട്ടു, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അങ്ങനെ ആ പബ്ബിൽ നിന്ന് ഹീറോ പുറത്തേക്ക് പോവാണ്. അപ്പോഴാണ് ഹീറോയുടെ ചെറുപ്പകാലത്തെ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. ഹീറോയ്ക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനായതുകൊണ്ട് പത്തരൊക്കെ വിറ്റിട്ടായിരുന്നു അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ആ നാട്ടിലെ കുറെ അലമ്പ് പയ്യന്മാരെ അവന്റെ കയ്യില് തുച്ഛമായിട്ടുള്ള ആ പൈസ വരെ പിടിച്ചു പറിച്ചിട്ട് അവനെ ഉപദ്രവിക്കാറുണ്ട്. അപ്പോ ഒരു നാള് അവരെ ഭയന്നിട്ട് ഒളിച്ചിരിക്കുമ്പോ അടുത്തായിട്ടുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് അന്ന് റൗഡിയായിരുന്ന നമ്മുടെ ഹെഡ് പതിയെ കയറി പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ആ വീട് പൊട്ടിത്തെറിച്ച് അതിന്റെ ഉള്ളിലെ ആള് പാടായിട്ടുണ്ട്. എന്നാൽ ഒന്നും നടക്കാത്ത പോലെ ഹെഡ് അവിടുന്ന് മെല്ലെ സ്കൂട്ടാവും ചെയ്യാണ്. അങ്ങേര് വീട്ടിലേക്ക് കയറിപ്പോയ ശേഷമല്ലേ വീട് പൊട്ടിത്തെറിച്ചത്. എല്ലാരും ആ ഷോക്കിൽ നിൽക്കുകയാണ്. എന്നാൽ ഒന്നും നടക്കാത്ത പോലെ ഇയാൾ ഇതെങ്ങോട്ടാ പോകുന്നേ? അങ്ങനെ 2 ആഴ്ചത്തോളം ഹെഡിനെ ഹീറോ ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ആ ഒരു 2 ആഴ്ചയില് മറ്റ് 3 കൊലകൾ കൂടി ഹെഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ വിഷ്വല് ഹീറോ വീഡിയോ ക്യാമറയില് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് നേരെ ഹെഡിന്റെ അടുത്ത് ഹീറോ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത 3 കൊലപാതകം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം. ഏറ്റവും വൃത്തികെട്ട അവരുടെ ഒരു ഹെഡ് ഉണ്ട്. അവൻ എനിക്ക് എങ്ങനെയെങ്കിലും കൊന്നുകളയണം. അതിന് നിങ്ങൾ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. എന്നാൽ ഹെഡിന് ആദ്യം വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ചെറിയൊരു പയ്യൻ വന്നിട്ട് ഒരാളെ കൊല്ലാൻ പറഞ്ഞാല്, എന്നാലും 3 കൊലപാതകം ചെയ്ത ഒരാളാണെന്ന് മനസ്സിലായിട്ടും ധൈര്യത്തിൽ ഹീറോ വന്ന് സംസാരിച്ചില്ലേ. അപ്പോ ഹെഡിന് ഹീറോയുടെ മേലെ ഒരു മതിപ്പുണ്ടാവാണ്. അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിന്നെ ഉപദ്രവിക്കുന്ന ഒരുത്തനെ തട്ടണം. നീ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നീ വല്ലാതെ കഷ്ടപ്പെടുന്നത് പിടിച്ച് പറിക്കുന്നവനല്ലേ അവൻ. ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് കൊള്ളേണ്ട ആളുടെ വീടിന്റെ താഴെ നിന്നിട്ട് ഹെഡ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കയ്യിലുള്ള പൈസ ആ ഒരു ആന്റിനയിൽ കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കേ. ആ മരഭൂതം എന്തായാലും വന്നിട്ട് ആ പൈസ എടുക്കാൻ നോക്കും. ആ സമയത്ത് നൈസായിട്ട് അവനെ താഴത്തേക്ക് തള്ളിവിട്ടേക്ക്. അതുപോലെ തന്നെ ആന്റിനയില് ഹീറോ ആ പൈസ ഒട്ടിച്ചു വെച്ചിട്ട് നൈസായിട്ട് റൂമിൽ ഒളിച്ചു നിൽക്കുകയാണ്. അതേ സമയത്ത് അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പൈസ കണ്ടപ്പോ ആരത്തിയോടെ അതെടുക്കാൻ പോകുമ്പോ ഹീറോ പാഞ്ഞു വന്ന് അവനെ തള്ളി താഴത്തേക്കിടുകയാണ്. അങ്ങനെ ഹീറോയുടെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം അന്ന് ചെയ്തതാണ്. ആദ്യത്തെ കൊലപാതകം ചെയ്തപ്പോൾ തന്നെ ഹീറോയ്ക്ക് അതൊരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട്. അപ്പോ നേരെ ഹെഡിന്റെ അടുത്ത് പോയിട്ട്, ഹെഡ് നിങ്ങളെ പോലെ എനിക്കും ആവണം. ടെക്നിക്കുകൾ നിങ്ങൾ വേണം എനിക്ക് പഠിപ്പിച്ചു തരാനേ. ആ സമയത്ത് നമ്മുടെ ഹെഡിനെ മറ്റേ അസിസ്റ്റൻസ് ആരും ഉണ്ടായിരുന്നില്ല. ഹെഡും പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ. അങ്ങനെ അവന് എല്ലാ വിദ്യകളും, എല്ലാ മാർഷൽ ആർട്ട്, കരാട്ടെ, കുങ്ഫു എല്ലാ ടെക്നിക്കുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോലീസിന്റെ കയ്യിൽപ്പെടാതെ എങ്ങനെയാണ് ഒരു കൊലപാതകം എളുപ്പത്തിൽ ചെയ്യാന്നുള്ള ടെക്നിക്കും നമ്മുടെ ഹെഡാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഹീറോ ഹെഡിന്റെ വളർത്തു മകനാണ്. അങ്ങനെ അടുത്ത ദിവസം ഹീറോ നേരെ ചാർലിയുടെ വീട്ടിലേക്ക് പോവാണ്. അവളോട് പറയുന്നുണ്ട്, നീ കരുതി വെച്ചിരിക്കുന്നത് റോബറിക്കടിയിലെ 2 കള്ളന്മാരാണ് എക്സിനെ കൊലപ്പെടുത്തിയതെന്നല്ലേ. എന്നാല് അതിനു പിന്നിലെ 2 പ്രൊഫഷണൽ കില്ലേഴ്സ് ആണ്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമാണ്. അതായത് എക്സ് അവള് ആരെയോ ചൊടിപ്പിക്കുന്ന എന്തോ ഒരു കേസിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എനിക്കറിഞ്ഞാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോ നിനക്ക് എന്തെങ്കിലും അറിയെങ്കിലേ നീ എന്നോടൊന്ന് പറഞ്ഞേക്കേ. എന്നാല് ഹീറോയെ കുറിച്ച് എക്സ് ഇവളോട് പറഞ്ഞു വെച്ചിട്ട് ഇവള് ചോദിക്കുന്നുണ്ട്, നീ തന്നെ ഒരു കിളി പോയവനാണ്. അപ്പോ നിനക്ക് എങ്ങനെയാ മനസ്സിലായേ ഒരു പ്രൊഫഷണൽ കില്ലേഴ്സ് ആണ് അവളെ കൊന്നതെന്ന്? കൊല നടന്നിട്ട് ഇപ്പോ ഇത്ര ദിവസമായില്ലേ, പോലീസിന് പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, എന്റെ എക്സ് ലവർ അവൾ എന്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചിട്ടില്ല. നിനക്കും അതറിയില്ല. അവള് പറഞ്ഞതല്ലേ നിനക്കറിയോ? അതറിഞ്ഞാല് നിനക്കത് താങ്ങാൻ കഴിയില്ല. വല്ലതും അറിയെങ്കിൽ ഒന്ന് പറയാൻ സമയം കളയാനില്ല. എന്നാല് അതേ സമയത്ത് നമ്മുടെ കലിപ്പനില്ലേ കോടാലിയായിട്ട് ചാടി വീഴാണ്. ഇവനെ കുറിച്ച് നമുക്കറിയാലോ. ഇവന്റെ കയ്യിൽ കോടാലി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവന്റെ ചുറ്റും ആരാണെന്ന് പോലും അവന് ബോധം ഉണ്ടാവില്ല. കൊന്ന് കൊല വിളിച്ച ശേഷേ അവന് വല്ല ബോധവും വരുള്ളൂ. ആ വീട്ടില് ഹീറോ ഉള്ളത് പോലും അവന് മനസ്സിലായിട്ടില്ല. അന്തവും കുന്തുമില്ലാതെ കോടാലി വെച്ച് അറഞ്ചം പുറഞ്ചം വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹീറോ പറയുന്നുണ്ട്, ഡാ കോപ്പെ കലിപ്പ, നീ ഞാൻ പറയുന്നൊന്ന് കേക്കടാ. എന്നാല് അവൻ വല്ലതും കേൾക്കുന്നുണ്ടോ? കലിപ്പനെ ചെറുത്ത് നിൽക്കുന്നതിനിടയില് കലിപ്പനെ കോടാലി അപ്രതീക്ഷിതമായിട്ട് താഴെ വീണു പോയിട്ടുണ്ട്. ഹീറോ അവനെ കൊണ്ട് പിന്നോട്ട് ചാടാണ്. അവന്റെ പുറത്ത് കോടാലി കുത്തി കയറുന്നുണ്ട്. ഇപ്പോഴാണ് കലിപ്പന് ഇത്തിരി നേരം താൻ ഫൈറ്റ് ചെയ്തത് ഹീറോയുടെ ആയിരുന്നു എന്ന ബോധം വരുന്നത്. കലിപ്പൻ പറയുന്നുണ്ട്, അളിയാ നിന്നെ കൊല്ലാനല്ലടാ ഞാൻ വന്നേ. അഡ്രസ്സില് ഈ വീടും അതുപോലെ ഒരു നെഗറ്റീവും നിന്നെ ബുദ്ധിമുട്ടിച്ചതില് സോറിടാ എന്നും പറഞ്ഞ് കലിപ്പന്റെ കണ്ണടയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ തരിച്ചിരുന്ന് കണ്ണും തള്ളി കണ്ടോണ്ടിരുന്ന ചാർലിക്ക് ഇപ്പൊ വിശ്വാസമായിട്ടുണ്ട് ഹീറോ അവനൊരു കോൺട്രാക്ട് കില്ലർ തന്നെയാണ്. അവള് വിറച്ചു നിൽക്കുമ്പോ ഹീറോ പറയുന്നുണ്ട്, നീ കണ്ടില്ലേ, ഇനിയെങ്കിലും നിന്റെ വായൊന്ന് തുറക്ക്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഞാനിപ്പോ
ഞാനിപ്പോൾ എന്താ പറയണ്ടേ, അവള് കുറച്ച് നാൾ മുൻപ് ഒരു കമ്പനിക്കെതിരെ എന്തോ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എന്നാൽ അവളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവളുടെ ഒരു ഹാർഡ് ഡിസ്കില് സേവ് ചെയ്തിട്ട് അവള് വീട്ടിൽ വെക്കാറുണ്ട്. അതിൽ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന വല്ലതും കിട്ടുമെന്ന് ഞാനൊന്ന് പോയി നോക്കാം. ഹീറോ പറയുന്നുണ്ട്, അതിനു മുൻപ് ഇവിടെ നടന്ന ഒരു കാര്യം ആരും അറിയരുത്. പിന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയും ചെയ്യേ. എന്നാൽ ഹീറോയെയും ചാർലിയും കൊല്ലാന് നിമിഷ നേരം കൊണ്ട് കലിപ്പൻ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിലേ താമസിക്കാതെ വേറെയും ആളുകൾ ഇങ്ങോട്ട് വരും. സാധാരണ ഹീറോ ഒരു കൊലപാതകം ചെയ്താല് ആക്സിഡന്റ് പോലെ അത് സെറ്റ് ചെയ്യാറില്ലേ. എന്നാൽ ഇപ്പോ അതിനിവിടെ സമയമില്ല. ഇനി ആരാണ് എക്സിനെ കൊലപ്പെടുത്താനുള്ള ആ ഒരു വർക്ക് മാനേജറിന് കൊടുത്തത്, അത് ഹീറോയ്ക്ക് കണ്ടുപിടിക്കണം. അപ്പോ നേരെ മാനേജറെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ തലമുട്ട കെട്ട് ഹീറോ ഒന്നും കൊടുക്കുന്നുണ്ട്. അവൻ പാടായിട്ടുണ്ട്. മാനേജർ ഇപ്പോ മസാജ് ടേബിളിൽ തന്നെ ലോക്ക് ആയിട്ടുണ്ട്. മാനേജറിന് കയ്യിൽ റാഡ് വെച്ചിട്ട് ഹീറോ 4 കൊടുത്തപ്പോ മാനേജർ പറയുന്നുണ്ട്, എടാ നീ എന്റെ പ്രായം ഒന്ന് നോക്കടാ, നിനക്കിപ്പോ എന്താ അറിയണ്ടേ എക്സിനെ കൊന്നത് ആരാണെന്ന്? ഞാൻ പറയാലോ, അവന്റെ പേര് ആർച്ചിഡ്. അത് മാത്രല്ല അവനൊരു അക്കൗണ്ടന്റ് ആണ്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല, എന്നെ വെറുതെ വിട്ടേക്കടാ. അപ്പോ കാല് പിടിച്ചപ്പോ ഹീറോ അയാളെ വിട്ടിട്ട് തിരിച്ചു പോവാണ്. എന്നാൽ ജീവന് ഹീറോയോട് കെഞ്ചിയിട്ട് നേരെ മാനേജർ നമ്മുടെ ഹെഡിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പോ ഹെഡിന് വല്ലാതെ കലിപ്പായിട്ടുണ്ട്. അവൻ എന്താ ഇപ്പൊ കരുതി വെച്ചിട്ടുള്ളേ? അവന്റെ അരിയിൽ കൂടിയാണ് ഇതൊക്കെ ഓടുന്നതെന്നോ? അവനിപ്പോ പോകുന്ന പോക്ക് പോയിട്ട് ആ ഒരു ക്ലയന്റിനെ ആർച്ചിഡിനെ അവൻ തേടി കണ്ടുപിടിച്ചാലേ പിന്നെ ഒരിക്കലും ഒരു ക്ലയന്റും നമുക്ക് ഒരു വർക്കും തരില്ല. നമുക്ക് വർക്ക് കിട്ടുന്ന എന്തുകൊണ്ടാ? നമുക്ക് വർക്ക് തരുന്ന ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഒരു കാരണവശാലും ലീക്ക് ആവാത്തതുകൊണ്ടാണ്. അവന്റെ പോക്കില് ആ ഒരു റൂള് തന്നെ ബ്രേക്ക് ആവാൻ പോവാണ്. ഇനി വേറെ വഴിയില്ല, അവനെ തീർത്തേക്ക്. അങ്ങനെ ഹെഡിന്റെ സംഘത്തെ ഹീറോയുടെ നേരെ അയക്കുകയാണ്. അതുപോലെ നമ്മുടെ കലിപ്പി പെണ്ണിലെ അവളെ എക്സിനെ കൊല്ലാൻ ഏൽപ്പിച്ച ക്ലയന്റിലെ ആർച്ചിഡ് അവന്റെ പ്രൊട്ടക്ഷനും അയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചാർലി എക്സിന്റെ ഹാർഡ് ഡ്രൈവ് തപ്പിപ്പോയിട്ടില്ലേ, അപ്പോൾ അവൾക്ക് എന്തോ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ട്. അത് ഹീറോയോട് അവൾ പറയാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത ഒരു പെട്രോളിയം കമ്പനി, അതായത് നമ്മുടെ നാട്ടിലും ആ ഒരു കമ്പനിയെ ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് പ്രൈം മിനിസ്റ്ററെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ആ കമ്പനി ഈ നാട്ടിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യം റിപ്പോർട്ടറായ നിന്റെ എക്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെതിരെ അവള് പോരാട്ടം നടത്തിയിട്ടുണ്ട്. എക്സിനെ സഹായിക്കാനേ ആ ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്ത ഒരു അക്കൗണ്ടന്റ് പല രഹസ്യ ഡീറ്റെയിൽസും അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതറിയാതെയാണ് ഹീറോ ആദ്യം തന്നെ ഒരു അക്കൗണ്ടന്റിനെ ആക്സിഡന്റ് ചെയ്ത് കൊന്നുകളഞ്ഞിരുന്നില്ലേ. അപ്പോ ഇൻഫർമേഷൻ കൊടുത്ത ആ ഒരു അക്കൗണ്ടന്റിനെ കൊന്നുകളഞ്ഞാല് പിന്നെ ഇൻഫർമേഷൻ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പൊ എക്സിന്റെ കയ്യിലല്ലേ, അവളെ വെറുതെ വിടുവോ? അപ്പോ അതിനു വേണ്ടിയിട്ടാണ് എക്സിനെ അവര് കൊന്നുകളഞ്ഞതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് മാനേജർ പറഞ്ഞത് ആർച്ചിഡ് എന്ന ഒരു അക്കൗണ്ടന്റ് ആണ് ഈ ഒരു ജോലി ഏൽപ്പിച്ചതെന്നല്ലേ. അപ്പോൾ ഈ ഒരു കൊലപാതകം ചെയ്യുന്നതിൽ ആ ഒരു അക്കൗണ്ടന്റിന് പ്രത്യേകിച്ച് ഒരു ലാഭമില്ലല്ലോ. അപ്പോൾ അവന്റെ പിന്നില് വേറെ ആരോ ഉണ്ട്. അത് മനസ്സിലാക്കാന് അക്കൗണ്ടന്റിനോട് പറയുന്നുണ്ട്, പൊന്നു മോനെ, നീ ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത് വേറൊരാളാണെന്നും എനിക്കറിയാം. ജീവൻ വേണോ അതങ്ങ് പറഞ്ഞേക്ക്. അപ്പോൾ അവൻ അറിയുന്ന കാര്യങ്ങൾ ഹീറോയോട് അവൻ പറയുന്നുണ്ട്. അതായത് ആർച്ചിഡ് ജോലി ചെയ്യുന്ന പെട്രോളിയം കമ്പനീന്റെ ഓണർ ജിമ്മാണ് ആ ജോലി ഇവനെ ഏൽപ്പിച്ചത്. എന്നാൽ നമ്മുടെ എക്സിന്റെ കയ്യിൽ കിട്ടിയ പ്രൈം മിനിസ്റ്ററെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് അത് അവള് വേഗം തന്നെ എല്ലാ പാർലമെന്റ് മെമ്പേഴ്സിനും മെയിൽ ചെയ്ത് അയച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു കമ്പനിയെ ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനങ്ങളും ഗവൺമെന്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞ ആ കമ്പനിയുടെ ഓണർ ജിം ആ ഒരു ഡീറ്റെയിൽസ് ലീക്ക് ചെയ്ത അക്കൗണ്ടന്റിനെയും പാർലമെന്റ് മെമ്പേഴ്സിന്റെ കയ്യിൽ എത്തിച്ച എക്സിനെയും എക്സുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കൊന്നു തള്ളിയേക്കാന് കൊട്ടേഷൻ മാനേജറെ ഏൽപ്പിച്ചതാണ്. ഓക്കെ, നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. പിന്നെ എന്നെ കൊല്ലാന് നീ വേറെ ആരെയൊക്കെയാടാ ഏൽപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ ആരും അറിയില്ല, ഞാൻ മാനേജറെ മാത്രമേ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ ഓണറിന് ഒരേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ഒരു ജോലി മുഴുവൻ ഒരേ ഒരാള് മാത്രം ചെയ്യണം. ജോലി കഴിഞ്ഞുടൻ തന്നെ അവനെ വേറൊരുത്തൻ തട്ടണം. എന്നാൽ മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ പുറത്ത് ലീക്കാവാതിരിക്കൂ. അപ്പോൾ മാനേജറാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അതിന് ആപ്റ്റായിട്ടുള്ള പക്ക ഒരു പയ്യനുണ്ട്, അവനെ വെച്ച് ഈസി ആയിട്ട് ഞാനിത് ചെയ്തു തരാം. എന്നാൽ മാനേജർ അന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അന്ന് മാനേജർ പറഞ്ഞത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു തെളിവ് നിനക്ക് ഞാൻ തന്നേക്കാം. എന്നെ ജീവനോടെ വെറുതെ വിട്ടേക്ക്. ആ ഒരു റെക്കോർഡ് ഡിവൈസ് ഹീറോയ്ക്ക് ആർച്ചിഡ് കൊടുക്കുന്നതിന് മുൻപ് പെട്ടെന്ന് അവിടെ തുരുതുര ഗണ്ണ് ഫയർ ആവുകയാണ്. എന്താണ് നോക്കുമ്പോൾ ഹീറോയെ കൊന്നു തള്ളാനായിട്ട് ഇരട്ട സഹോദരന്മാര് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവര് കണ്ണും മൂക്കും നോക്കാതെ തുരുതുര ഷൂട്ട് ചെയ്തതില് ആർച്ചിഡ് അവ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ നൈസായിട്ട് ഹീറോയ്ക്ക് മറ്റൊരു ഭാഗത്ത് ഒളിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഹീറോയെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഹീറോയുടെ നേരെ ഒരു ബോംബ് വലിച്ചെറിയാണ്. എന്നാൽ ഹീറോ ചാട്ടി പറന്ന് അത് അവരുടെ നേരേക്ക് തന്നെ തിരിച്ചയച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത്
ചെയ്തതില് നമ്മുടെ ഇരട്ടകൾ ഒന്ന് ഷോക്കായപ്പോ ഹീറോ പാഞ്ഞു പോയിട്ട് ഇരട്ടയിൽ ഒരുത്തന്റെ കഴുത്ത് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇരട്ടയില് മറ്റൊരുത്തനെ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തതില് കണ്ണില് പൊടി പോയപ്പോ ഹീറോയാണ് ഷൂട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് അവന്റെ ഇരട്ട സഹോദരന് നെഞ്ചത്ത് ബുള്ളറ്റ് ഇറക്കുകയാണ്. അപ്പോഴാണ് കണ്ണു തെളിയുന്നത് തന്റെ സഹോദരനെ തന്നെ താൻ കൊന്നുകളഞ്ഞ. ഡാ കോപ്പേ, ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. അങ്ങനെ ഹീറോയെ തൂക്കാന് മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ രണ്ടാൾ വന്നേരം ഒരിക്കൽ ഹീറോയെ തൊടാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ ഒറ്റയ്ക്ക്. അങ്ങനെ അവസാനം അവന്റെ തലക്കടിച്ചിട്ട് അവനെ ബോധം കെടുത്താണ്. എന്നാൽ അവനെ കൊന്നിട്ടില്ല. ഹീറോ പുറത്തേക്ക് പോകുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ കിളി പാഞ്ഞു വരികയാണ്. നമ്മുടെ വിഷം കൊടുത്തു കൊല്ലുന്ന അവൻ ഹീറോയ്ക്ക് വിഷം കൊടുക്കാൻ നോക്കുകയാണ്. അല്ല കിളി പോയവനെ, നീ എവിടെയായിരുന്നു? നിന്നെക്കാളും പറക്കുന്ന കിലേസിനെ ഞാൻ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് നെറ്റിയിൽ മുടി ചുരുട്ടിയ കിളി പോയ നീ. അങ്ങനെ അവന്റെ ആ ഒരു വിഷസൂചി അവന്റെ നെഞ്ചി തന്നെ കുത്തി ഇറക്കിയിട്ട് ആ ബെലുകളിൽ നിന്ന് താഴത്തേക്ക് അവനെ തള്ളിയിടുകയാണ്. അവനെയും തട്ടി താഴെ വരുമ്പോ ഇനി ഒരാൾ ബാക്കിയില്ലേ, നമ്മുടെ കില്ലർ പാഷ. പാഷ താഴെ കാത്തുനിൽക്കാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല കളവ, ഈ പ്രായത്തില് നിങ്ങൾക്ക് എന്തിന്റെ കേടാ? എനിക്കാണെങ്കിൽ നിങ്ങളെ കൊല്ലാൻ മനസ്സില്ല. ഒരു കാര്യം ചെയ്, ഇത് പിടിച്ചോ. അങ്ങനെ അയാളെ ചെവി അടിച്ചു പൊടിച്ച് ബോധം കെടുത്തി താഴെ ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ പാഷയുടെ ബാഗ് എടുത്തിട്ട് ഹീറോ പുറത്തേക്ക് പോകുമ്പോ ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബാൻഡേജിന്റെ പാക്കറ്റ് ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോ പണ്ടൊരിക്കൽ ഹീറോയോടും നമ്മുടെ ഹെഡിനോടും പാഷ പറഞ്ഞിട്ടുണ്ട്, ഞാന് ബാൻഡേജിൽ വിഷം വെച്ചിട്ട് ആളുകളെ കൊല്ലാറുണ്ട്. ആ ടെക്നിക്ക് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ബാൻഡേജ് കൊടുത്തിട്ട് ഹീറോയുടെ എക്സ്-ലവറെയോ കുഞ്ഞിനെയും കൊല്ലാന് ഓർഡർ കൊടുത്ത കമ്പനി മുതലാളി ജിമ്മിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ നമ്മുടെ ഹെഡിനെ കുറിച്ചും ഹെഡിന്റെ സംഘത്തെയും അതുപോലെ ജിമ്മിന് കാവലിന് നമ്മുടെ കലിപ്പിയില്ലേ അവളെ കണക്ക് കൂടിയിട്ട് ഹീറോയെ നമ്മുടെ ജിം ഒന്ന് കുറച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അധികം ആളെ ജിമ്മ് കാവലിന് വെച്ചിട്ടില്ല. ഹീറോ വന്ന് നോക്കുമ്പോ രണ്ടാളുകളേ ഉള്ളൂ. രണ്ടെണ്ണത്തിന് കഴുത്തൊടിച്ചിട്ട്. പിന്നെ ആരുള്ള നമ്മുടെ കലിപ്പി. കലിപ്പി ഒരു സാധാരണ പെണ്ണാണെന്ന് നമ്മൾ കരുതിയാല് അവളുടെ ഓരോ ഇടി ആണുങ്ങളുടെ ഇടി പോലെയാണ്. ആദ്യം ഹീറോ കുറച്ച് അടി കടം വാങ്ങുന്നുണ്ട്. എന്നാലല്ലേ പലിശയോടെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ. പിന്നെ വാങ്ങിയതിന്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർത്തിട്ട് നമ്മുടെ കലിപ്പിക്ക് വയറു നിറച്ച് ഹീറോ കൊടുക്കുന്നുണ്ട്. എന്നാൽ കലിപ്പിയുടെ അടുത്ത് ജാപ്പനീസ് വാൾ ടെക്നിക്കില്ലേ, അത് പുറത്തെടുത്ത് ഹീറോയെ ലോക്ക് ചെയ്യാൻ നോക്കുമ്പോ ഹീറോ നാടൻ വിദ്യ പുറത്തെടുത്ത് ആ കത്തി വെച്ച് അവളെ തന്നെ തീർത്ത് കളയാണ്. അങ്ങനെ കലിപ്പി എന്നേക്കുമായിട്ട് കിടപ്പിലായിട്ടുണ്ട്. ഹീറോയെ സ്റ്റോപ്പ് ചെയ്യാൻ വന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. അപ്പോ ഹീറോയുടെ നഷ്ടങ്ങൾക്ക് കാരണമായവന്റെ കാര്യം വല്ലതും പറയണ. നമ്മുടെ കലിപ്പിയുടെ വാളും എടുത്തിട്ട് ഹീറോ പോയിട്ട് ജിമ്മിനോട് പറയുന്നുണ്ട്, നീ എക്സിനെ കൊന്നത് അത് ഞാനങ്ങ് ക്ഷമിച്ചു കളഞ്ഞേനെ. പക്ഷെ അവളുടെ വയറ്റിലെ എന്റെ കുഞ്ഞിനെ അതിന് നീ തൊടാൻ പാടില്ലായിരുന്നു. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഒറ്റവെട്ട് അയാളുടെ കഴുത്ത് രണ്ടായി കണ്ടിക്കുകയാണ്. എന്നിട്ട് രക്തം തിളച്ച് ആ വാളുമായിട്ട് നേരെ നമ്മുടെ ഹെഡിന്റെ അടുത്തേക്ക് ഹീറോ പോകുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട്, ഹെഡ് ടേബിളിന്റെ അടിയിലുള്ള കെണ്ണിൽ കൈവച്ചാലേ പിന്നെ എവിടെയും വെക്കാന് ആ കൈ ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്ക്. എന്നിട്ട് ആർച്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഹീറോ വാങ്ങിയിരുന്നില്ലേ, അത് ബോസിന് മുൻപിൽ വെച്ചിട്ട് ഹീറോ ഓൺ ചെയ്യാണ്. അപ്പോ മാനേജറോ ആർച്ചറി കൂടി നടത്തിയ സംഭാഷണം നമ്മുടെ ഹെഡ് കേൾക്കുന്നുണ്ട്. അതില് ആർച്ചറി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട കൊലപാതകം ഒരേ ഒരാള് ഒരു തെളിവില്ലാതെ ചെയ്യണം. ആ ഒരു ജോലി വെടിപ്പായി തീർത്തു കഴിഞ്ഞാലേ പിന്നെ വേറൊരാള് വെടിപ്പായിട്ട് അവനെ തീർത്തേക്കണം. എന്നാൽ മാനേജർ പറഞ്ഞിട്ടുണ്ട്, അതിന് പറ്റിയ ഒരുത്തൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അവനെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ പറഞ്ഞ പൈസയിൽ കൂടുതൽ മാനേജർ വാങ്ങിയിട്ടുണ്ട്. അപ്പോ അന്ന് മാനേജർ ആർച്ചറിനോട് പറഞ്ഞത് വേറെ ആരെ കുറിച്ചുമല്ല, നമ്മുടെ ഹീറോയെ തന്നെയാണ്. ആദ്യം മാനേജർ ഹീറോ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിനെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതിനുശേഷം ഇനി എക്സിനെ കൊല്ലാൻ ഹീറോയോട് പറഞ്ഞാല് ഹീറോ എന്തായാലും ചെയ്യില്ലല്ലോ. അപ്പോ നമ്മുടെ ഇരട്ടകളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാല് അത് ഹീറോ എന്തായാലും കണ്ടെത്തിയിട്ട് രക്തം തിളച്ചാൻ പൊന്തി വരും. അതിനിടയിൽ പൈസ വാങ്ങാനെന്നുള്ള പേരില് വേറൊരാളെ വെച്ചിട്ട് ഹീറോയെ തീർക്കാന്ന് മാനേജർ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ പണി അവിടെ പാളിയിട്ടുണ്ട്. എന്നാൽ അത് കേട്ടപ്പോ ഹെഡിന് വല്ലാതെ കലിപ്പ് വന്നിട്ടുണ്ട്. നിന്റെ കഴുത്തിലേക്ക് പലപ്പോഴും വന്ന കത്തിയെ തടുത്ത നിന്നെ വിശ്വസിച്ച എന്നെ തന്നെ നിനക്ക് തേച്ചൊട്ടിക്കണായിരുന്നല്ലേ. എന്നാൽ മാനേജർ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്നെ വെറുതെ വിട്ടേക്ക്. ഹീറോയോടും പറയുന്നുണ്ട്. അപ്പൊ ഹീറോ പറയാണ്, നിങ്ങളുടെ പ്രായം ഓർത്തിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ഒരു കാര്യം ചെയ്, മുറിവിനെ ഈ ബാൻഡേജ് ഒട്ടിച്ചോ. ഈ ഒരു ബാൻഡേജ് എന്താ ചെയ്യാന്ന് നമുക്കും അറിയാം, അതുപോലെ ഹെഡിനും അറിയാം. അപ്പോ ഹീറോ ഹെഡിനൊന്ന് ലുക്ക് ചെയ്യുന്നുണ്ട്. ഹെഡും ഇവനുള്ളതിലും നല്ലത് പോന്നെയൊന്ന് തിരിച്ചൊരു ലുക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ബാൻഡേജ് ഒട്ടിച്ച മാനേജർ പാടായിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഹെഡ് ടേബിളിന്റെ അടിയിൽ നിന്ന് ഹെഡിന്റെ ഗണ്ണ് പുറത്തെടുക്കുകയാണ്. നിന്നെ കൊല്ലാനയച്ച എന്റെ ബാക്കി ആളുകൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, നീ അവരെ എന്താടാ ചെയ്തേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഞാനായിട്ട് ആരെടുത്തും പോയിട്ടില്ല, അവരായിട്ട് എന്റെ നെഞ്ചത്തേക്ക് ചാടിയതാണ്. അതില് ഇരട്ടയില് ഒരു പരട്ട് തീർന്നിട്ടുണ്ട്, ഒരുത്തം ബാക്കിയുണ്ട്. പിന്നെ കിളി പോയവന്റെ കിളി
കിളിയെ ഞാൻ പറത്തി വിട്ടിട്ടുണ്ട്, അവൻ തീർന്നിട്ടുണ്ട്. പിന്നെ കിളവനായ പാശയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ വിട്ടിട്ടുണ്ട്. എന്റെ നഷ്ടത്തിന് കാരണമായ ജിമ്മിനെ തീർക്കാൻ പോയപ്പോ മസിൽ പിടിച്ച് എന്നെ തടുത്ത കലിപ്പിയെ എനിക്ക് കൊല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായില്ല. അപ്പോ ഹെഡ് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ വെച്ച് തീർക്കണമെന്ന് എന്റെ മനസ്സ് മന്ദരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. നീ എപ്പോഴാണോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട്, നിന്റെ ഇമോഷൻസിന് വേണ്ടിയിട്ട് നിന്റെ ടീമിനെ തന്നെ കൊല്ലാൻ നീ തുനിഞ്ഞോ, ഇനി നിനക്ക് ഈ ജോലി ചെയ്യാൻ അർഹതയില്ല. മേലിൽ ഇനി എന്റെ പബ്ബിന്റെ അരികില് നിന്നെ കണ്ടുപോരുത്. പിന്നെ നീയും ഞാനും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ, ആ ബന്ധം ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോ വേഗം തടി കാലിയാക്കിക്കോ. അവസാനമായിട്ട് ഹെഡ് പറയുന്നുണ്ട്, ഇനി ഓരോ നിമിഷവും നിന്റെ ഉടലിന്റെ മേലെ തലയുണ്ടോന്ന് ഇടക്കിടക്കൊന്ന് നോക്കിക്കോ. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ആഹാ തലയുണ്ടോന്ന് ഞാൻ നോക്കില്ല, എന്റെ ഓപ്പോസിറ്റ് ആര് വന്നാലും അവര് നോക്കിയാൽ മതി. അങ്ങനെ ഹീറോ അവിടുന്ന് പോകുന്ന സമയത്ത് ഒരു വോയിസ് ഓവർ പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഹെഡ് പറഞ്ഞില്ലേ, ഇനി നിനക്ക് ഈ ജോലി ചെയ്യാൻ അർഹതയില്ലാന്ന്. എന്നാൽ ഹീറോയുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്, എനിക്ക് ആകെ അറിയുന്ന ജോലി ഇത് മാത്രമാണ്. അപ്പോ ഇയാള് ജോലി തന്നിട്ടില്ലെങ്കിൽ ഇയാൾക്കൊരു ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ജോലി തരാൻ ഇവിടെ പലരും ഉണ്ട്. ഇതോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? അടിപൊളി കഥയായിരുന്നില്ലേ? അപ്പോ ഇതിനൊരു 2ാം പാർട്ടുണ്ട്. അതുമാത്രമല്ല ഇതിലും കിടിലിനൊരു ലേറ്റസ്റ്റ് കഥയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാല് അതുപോലെ ആ കഥകളെ വേഗത്തിലെത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ TM ഫാമിലിയിലെ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ തന്നെ നമുക്ക് മറ്റൊരു കിടിലൻ കഥയുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.